ഹലോ ഫ്രണ്ട്സ്, രാവിലെ എണീക്കുമ്പോൾ തന്നെ നമ്മൾ മൈൻഡ് ഔട്ടായി പോകുന്ന ചില ദിവസങ്ങൾ ഉണ്ടാവില്ലേ? നമ്മൾ ഒട്ടും ഓക്കെ ആയിരിക്കില്ല. അതിൻ്റെ റീസൺ എന്താ എന്ന് ഒരാൾ നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് പറയാനും പറ്റില്ല. അങ്ങനൊരു ദിവസമായിരുന്നു എൻ്റെ ഇന്നത്തേത്. രാവിലെ എണീറ്റപ്പോൾ ഇപ്പോൾ തുടങ്ങിയ ഒരു പുതിയ ശീലമാണ് കേട്ടോ. ഒരു 2 ഗ്ലാസ് മിനിമം വെള്ളം കുടിക്കുക. വെള്ളം കൂടി തീരെ കുറവുള്ള ഞാൻ തന്നെ ശീലിപ്പിച്ചൊരു ശീലമാണെന്ന് വേണമെങ്കിൽ പറയാം. അത് കഴിഞ്ഞിട്ട് ഞാനൊരു പാട്ട് വെച്ചിട്ടിരുന്നു. ധ്രുവ അവിടെ പോയിട്ട് അതും ഇതും വലിക്കാതിരിക്കാനാണ് ഞങ്ങളവിടെ കസേരയൊക്കെ വെച്ച് കവർ ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ പഴം പുഴുങ്ങാനായിട്ട് അമ്മ വെച്ചിട്ടുണ്ടായിരുന്നു. അതും പിന്നെ പുട്ടാണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടായിരുന്നത്. അപ്പോൾ കുഞ്ഞിന് കൊടുക്കാനായിട്ട് ഞാൻ പുട്ടും അതുപോലെ തന്നെ പഴം പുഴുങ്ങിയതും മുട്ടയും എടുത്തിട്ടുണ്ടായിരുന്നേ. പഴം പുഴുങ്ങിയത് അവൻ എന്തായാലും കഴിക്കില്ല എനിക്കറിയാം. എന്നിരുന്നാലും അതിൻ്റെ കൂടെ എങ്ങാനും കഴിച്ചാലോ എന്ന് ഓർത്തിട്ട് ഞാൻ എടുക്കുന്നതാണ്. അവനതൊന്നും തീരെ ഇഷ്ടമല്ല. പക്ഷേങ്കിൽ മിക്സാക്കി കഴിക്കുന്ന സമയം ചിലപ്പോൾ മനസ്സിലായില്ലെങ്കിൽ അത് കഴിച്ചോളും. അപ്പോൾ ഇതാണ് അവന് ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. കൊടുക്കാനൊക്കെ കുറേ നോക്കിയിട്ടുണ്ടായിരുന്നു. ഓരോ ദിവസം അവൻ്റെ മൂഡ് ഓരോന്ന് പോലെയാണ്. ചില ദിവസങ്ങളിൽ കഴിക്കും, ചില ദിവസം കഴിക്കില്ല. ഇന്ന് കഴിച്ചില്ല. അപ്പോൾ കയ്യിൽ കൊടുത്താൽ ഇപ്പോൾ ചെറുതായിട്ടൊക്കെ കഴിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓർത്ത് അവൻ തന്നെ കഴിക്കട്ടെ എന്ന് ഓർത്ത് അവൻ്റെ കയ്യിൽ കൊടുത്തു. അതിൻ്റെ കൂടെ ഞാനും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് എനിക്കൂടെ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തിട്ട് വന്നു. വരുമ്പോൾ കണ്ട കാഴ്ച അതിമനോഹരമായിരുന്നു. എല്ലാം അവൻ തട്ടി സോഫയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുഞ്ഞിൻ്റെ കൂടെ കുറച്ച് നേരം പുറത്തേക്കൂടെ നടന്നു കേട്ടോ. അവനിപ്പം ചെറിയ രീതിയിലൊക്കെ നടക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. 1 വയസ്സ് കഴിഞ്ഞെങ്കിലും ഒറ്റയ്ക്ക് നടക്കാനായിട്ട് സ്റ്റാർട്ടായിട്ടില്ല. ഓരോ കുഞ്ഞുങ്ങളും ഡിഫറെൻ്റ് അല്ലേ? ചില കുട്ടികൾ 8 മാസത്തിൽ നടക്കും, ചില കുട്ടികൾ 1 വയസ്സ്, ചില കുട്ടികൾ 1.5 വയസ്സ്. അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രിൻസ് വന്നിട്ടുണ്ടായിരുന്നേ. കുറച്ച് നേരം പ്രിൻസ് സംസാരിച്ചിരുന്നിട്ട് പിന്നെ കുഞ്ഞിനെ കുളിപ്പിക്കാനായിട്ട് പോയി. അവനെ കുളിപ്പിച്ച് റെഡിയാക്കിയിട്ട് പിന്നെ ഉറക്കിയിട്ട് ഞാനും കൂടെ കുളിച്ചൊന്ന് റെഡിയായി കേട്ടോ. എൻ്റെ റെഡിയാവലൊക്കെ കഴിയുമ്പോഴത്തേക്ക് ധ്രുവങ്ങി എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ അവനൊരു ചെറിയ പണി കൂടെ ബാക്കിയുണ്ടായിരുന്നു, ഒരു നഖം വെട്ടാനായിട്ട്. ഇപ്പം പണ്ടൊക്കെ ഉണർന്നിരിക്കുന്ന സമയങ്ങളിൽ നഖം വെട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇപ്പം അവൻ അതിനൊക്കെ സമ്മതിച്ചു. ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയാണ്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ.